ന്യൂ ഹൈ റേഞ്ച് ടൈൽസിൽ വരാൻ കാരണം? ഇവിടെ നേരത്തെ തൊട്ട് ഹൈ റേഞ്ചുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ്. നേരത്തെ തൊടുപുഴ ടൗണിലുണ്ടായിരുന്ന സമയം തൊട്ട് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്? ഞാൻ ബിസിനസ്സാണ്. എങ്ങനെയുള്ളതാണ് ടൈൽ ഉദ്ദേശിക്കുന്നത്? കൂടുതലും കജാരിയ ചെയ്യാൻ നോക്കാം. ഓക്കെ, കജാരിയയുടെ പല ടൈപ്പുകൾ സംഭവങ്ങളുണ്ട്. അപ്പം മൊത്തം വീട് ഉള്ളും പുറമെ പോർച്ച് ടൈലെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് കണ്ടിട്ട് ഷോറൂം കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ നല്ല ഏരിയ ഉണ്ട്, കളക്ഷൻ ഉണ്ട്, നല്ല സെലക്ഷൻ ഉണ്ട്. ഇപ്പോൾ ടൈലുകളെ പറ്റി ഒരു ഐഡിയ ഒക്കെ ആക്കിയിട്ട് ഇവിടെ വരുവാണോ, അതോ ഇവിടെ വന്ന് ഇവരുടെ അടുത്തുനിന്ന് സംഭവങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു? ഇപ്പോൾ ഇത് വന്ന് നോക്കിയപ്പോൾ അതിലൂടെ ഒത്തിരി കളക്ഷൻ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റാഫുകളും മറ്റുള്ളവരും നല്ല സഹകരണമാണ്. ഞാൻ മറുപടി കൃത്യമായിട്ട് പറയാനും നമ്മളെ മനസ്സിലാക്കി തരുന്നതിനൊക്കെ നല്ല സഹകരണമാണ്. അപ്പം മറ്റ് ഷോറൂമുകളിൽ കണ്ടതുപോലെ ഡിസ്പ്ലേയിൽ കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു വ്യത്യസ്തത അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നു? മറ്റ് ഷോറൂമുകളിൽ അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ ടൈൽ എടുക്കുന്നതിനായിട്ട് പോയിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് മറ്റു ഷോറൂമുകൾ. ന്യൂ ഹൈ റേഞ്ച് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിൻ്റെ ഗ്രാനൈറ്റ് സെക്ഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവ ഈ കാണുന്നവയെല്ലാം തന്നെ ശിലാഫലകങ്ങളാണ്. വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ളവ. ഉപഭോക്താക്കളുടെ ആവശ്യത്തിന് അനുസൃതമായവ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂ ഹൈ റേഞ്ച് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിൻ്റെ സാരഥികളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീകുമാർ സാറും ഒപ്പം മാനേജരായ സുരേന്ദ്രൻ സാറുമാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. സാർ, ഇപ്പോൾ ഈ ഒരു രംഗത്തേക്ക്, ഈ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ് രംഗത്തേക്ക് കടന്നു വിട്ടിട്ട് എത്ര കാലമായി? ഇതിൻ്റെ ഒരു ചരിത്രത്തെ പറ്റി ഒന്ന് പറയാം. ഏകദേശം 12 വർഷം മുന്നം തൊടുപുഴ ടൗണിലൊരു ചെറിയ 2-3 മുറികളെടുത്ത് അതിനകത്തായിരുന്നു നമ്മുടെ ആരംഭം. അതിൽ നിന്നും
കുറേശ്ശെ പുരോഗമനം വന്ന് നമ്മൾ സ്വന്തം പ്രോപ്പർട്ടി മേടിച്ച് അതിനകത്തേക്ക് ഇപ്പം നിലവിലായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 3 പ്രധാനമായിട്ട് കജാരിയ, പിന്നെ എക്സാറോ, പിന്നെ AGL, ഈ 3 കമ്പനികളുടെ ടൈലുകളാണ് നമ്മളിപ്പം ഇവിടെ കൂടുതലായിട്ടും വിപണനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 കമ്പനികളെ സെലക്ട് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഈ 3 കമ്പനികളുടെ പ്രത്യേകത, ഇവയുടെ ടൈലുകളുടെ പ്രോഡക്റ്റുകളുടെ പ്രത്യേകത ഒന്ന് വിശദീകരിക്കാമോ? അതായത് കജാരിയ എന്ന് പറഞ്ഞാൽ ടൈൽസിൻ്റെ ഇൻഡസ്ട്രിയിൽ ഇന്ന് നമ്പർ 1 ആണ് ഇന്ത്യയിൽ. ക്വാളിറ്റി കൊണ്ടും ഐറ്റം വൈസും സെലക്ഷൻ വൈസും നമ്പർ 1 ആണ്. അതിനോടൊപ്പം തന്നെ നിലനിൽക്കാൻ വന്നാണ് എക്സാറോയും AGLും. എക്സാറോ എന്ന പുതിയൊരു കമ്പനി ആണെങ്കിലും അവരുടെ സൈസും ക്വാളിറ്റിയും ഇതിനൊപ്പം തന്നെ കിടനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ AGL. അതുകൊണ്ടാണ് നമുക്ക് കസ്റ്റമറിന് നല്ല സാധനം എത്തിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നല്ല നല്ല കമ്പനികളുടെയും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇവരുടെ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം തരാൻ പറ്റുന്നത്. അതാണ് ഒരു ഉദ്ദേശം. അതായത് ഈ 3 പ്രധാനപ്പെട്ട ഈ കമ്പനികൾക്ക് കജാരിയ വളരെ ഫേമസ് ആണെങ്കിലും എക്സാറോയും AGLും അത്രയ്ക്ക് പുതിയതല്ല. AGL പഴയതാണ്, എക്സാറോ പുതിയ കമ്പനിയാണ്. ക്വാളിറ്റി ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ കമ്പനികളെ സെലക്ട് ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഗ്രാനൈറ്റ് സെക്ഷനെ പറ്റി ഒന്ന് വിശദീകരിക്കുക. ഗ്രാനൈറ്റ് ഇപ്പം ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ 1 2 കളർ ഡിസൈനൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി പല ഡിസൈനുകൾ, പല കളറുകൾ, അങ്ങനെ പല രീതിയിലേക്ക് മാറി. അതിനെപ്പറ്റി ഒന്ന് വിശദീകരമായി ഒന്ന് പറയാം. ഗ്രാനൈറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത്, ഗ്രാനൈറ്റ് എന്ന് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു വെറും പാറ കഷ്ണമാണ്. നമ്മുടെ തടി അറക്കുന്ന രീതിയിൽ തന്നെ ഇതിനെ അറുത്ത് കണ്ട് അത് പോളിഷ് ചെയ്ത് മാറുമ്പോഴാണ് ഓരോ പേരിട്ട് വരുന്നത്. ഇനി പേരിടാനുള്ള കാരണം പറയാം. ഭൂപ്രകൃതി അനുസരിച്ച് പാറകളുടെ സ്വഭാവത്തിനും ഗുണത്തിനും മാറ്റമുണ്ടാകും. പിന്നെ ഗ്രാനൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ, മൊസൈക്ക് മാറി, മാർബിൾ മാറി, ഗ്രാനൈറ്റ് ഇപ്പോൾ അത്യാവശ്യം ചില ആൾക്കാർ മാത്രമേ സിറ്റ് ഔട്ടിൽ വരെ ഇടുന്നുള്ളൂ. അതിനകത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള സ്ലാബുകളുടെ അത്രയും വിസ്താരമുള്ള ടൈലുകൾ വരുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഗ്രാനൈറ്റും കാലക്രമേണ മാർക്കറ്റിൽ നിന്ന് പോയേക്കാം, പക്ഷെ അത്ര പെട്ടെന്ന് പോവില്ല. പിന്നെ ഗ്രാനൈറ്റിൽ പല രീതിയിലുള്ള കല്ലുകൾ വരുന്നുണ്ടാകാം. അതിൽ കൂടുതൽ സെലക്ഷൻ ടൈൽസിലുള്ളതുകൊണ്ട് വരും തലമുറ ഒരു പക്ഷേ ടൈൽസിലേക്ക് മാറിയേക്കാം.